നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഭഗവാന്റെ വിഗ്രഹം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. എന്റെ ഡ്രസ്സ് എടുത്തി. ഇനി അതായിട്ട് കുറയ്ക്കണ്ട. ഇതും കൂടെ ഒന്ന് പരിശോധിച്ചേക്കാം. ബാഗ് കൂടി പരിശോധിക്കാൻ തോന്നിയത് നന്നായി. വിഗ്രഹം ആ ബാഗിന്റെ അകത്തുനിന്ന് കിട്ടി. മുത്തശ്ശി, ഇത് തന്നെയല്ലേ പരമ്പരയായിട്ട് കൈമാറി വന്ന വിഗ്രഹം? ഇതെങ്ങനെയാ ഇവളുടെ ബാഗിൽ വന്നേ? എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. എനിക്കറിയില്ല. മിണ്ടി പോകരുത്. എന്താ സംഭവിച്ചതെന്ന് നിനക്ക് അറിയില്ല അല്ലേ? എന്നാ ഞങ്ങള് പറഞ്ഞുതരാം. സ്വർണ്ണ വിഗ്രഹമല്ലേ, പെട്ടെന്നത് ആരും തുറന്നു നോക്കില്ല എന്ന് കരുതി. നീ ഇത് നിന്റെ വീട്ടിലെത്തിച്ചാല് അവിടുത്തെ ദാരിദ്ര്യവും മാറും, ദേവനാരായണൻ കുടുംബത്തിനും പണക്കാരാവുകയും ചെയ്യാം. എന്നെ ഇനി അങ്ങനെ വിളിച്ചു പോരുത്. എന്താ ഈ കാണിക്കുന്നേ? ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല. പരമേശ്വര, എന്താ സംഭവിച്ചെന്ന്? ഈ നേരം വരെ വല്യച്ഛൻ പറഞ്ഞിട്ട് നടത്തിയ പരിശോധനകളിൽ എല്ലാവരും അന്തസ്സായിട്ട് സഹകരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് കാര്യം വിളിച്ചതായപ്പോ ഇവളെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാലുണ്ടല്ലോ, പറടി, എപ്പോഴാ നീ അത് മോഷ്ടിച്ചത്? എപ്പോഴാ നീ നിന്റെ ബാഗിൽ കൊണ്ട് വെച്ചത്? പറടി. എനിക്കറിയില്ല. സത്യം പറടി. ഞാൻ പറയുന്നത് സത്യമാ. മതി ചേച്ചി, ഇനി സംസാരിക്കണ്ട. ഈ കുടുംബത്തെ ചേച്ചി ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചാ അത് എന്നെയാ ബാധിക്കുക. എന്റെ കുടുംബത്തിൽ നിന്ന് വന്ന് മോഷ്ടിച്ചു എന്നല്ല എല്ലാരും പറയാ. ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അച്ഛന്റെ രക്തത്തിൽ ജനിച്ചതായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു. ഇനി ഒരു നിമിഷം ചേച്ചി ഇവിടെ നിൽക്കരുത്. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. നടക്ക്. ആരും ഒന്നും പറയണ്ട.
എന്റെ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ ഉണ്ടാക്കി വെച്ച നാണക്കേടിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇറങ്ങാൻ പറഞ്ഞില്ലേ? വാ ഇങ്ങോട്ട് പോരാ. പറയട്ടെ വാ. വരാൻ. മിണ്ടരുത്. വാ വരാൻ. പറയട്ടെ ഇങ്ങോട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞേ. പോ. ഇറങ്ങി പോ ഇവിടുന്ന്. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഭഗവാന്റെ വിഗ്രഹം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. ഭഗവാനെ കൃഷ്ണ, ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ എൻ്റെ മോൾ അനുഭവിച്ചു. ഞാൻ അവളെ കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും അവളെ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മോൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരിൽ നിന്നൊക്കെ അവളെ രക്ഷിക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ഒരിരുട്ടും അവളെ പൊതിയാതിരിക്കട്ടെ. ഒരു കളങ്കവും അവളുടെ മേൽ വീഴാതിരിക്കട്ടെ. എന്റെ മോളെ രക്ഷിക്കണേ കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.